Let's start with the block 1, unit 1, that is the mathematical preliminaries and the classical ciphers. Okay. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫോർമുലാസും അതിൻ്റെ തിയറംസും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓരോ തിയറംസും എന്താണ് നമുക്ക് മീൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ഈസ് ഇറ്റ് യൂസ്ഫുൾ, അതേപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ ഓരോ ക്രിപ്റ്റോഗ്രഫിയിലും ഇംപ്ലിമെന്റ് ചെയ്യണേ എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാൻ പോകും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് ദ ബേസിക് തിയറംസ് ഒക്കെയാണ് നമുക്കിവിടെ പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ് എന്നുള്ളതാണ്. എന്താ ഫൈനൈറ്റ് ഫീൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ വെൻ ദർ ഇസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്. അപ്പോൾ ആ എലമെന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ എല്ലാം ചെയ്യാൻ പറ്റും. എന്തിന്? ആ സെറ്റിനെ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദിസ് ഇസ് എ സെറ്റ്, ഇതിൽ 1 2 3 4 എന്ന് പറഞ്ഞ എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 + 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ട് ഈസ് 3, ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ. ഇനി ഇവിടെ 5 പറഞ്ഞ എലമെന്റ് ഉണ്ടെങ്കിൽ 2 + 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 ആണ് ആൻസർ, ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ വരുന്ന സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഫൈനൈറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഗലോയിസ് ഫീൽഡ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഓക്കെ. അപ്പോൾ ഇതിലെന്താണ് പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ട് പ്രൈം ഫാക്ടേഴ്സ് ഫോളോ ചെയ്യും. ഓക്കെ. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 1 2 3 ഫോളോസ് എ ഓർഡർ ആൻഡ് ഓൾസോ ദേ ആർ ദ പ്രൈം നമ്പേഴ്സ്. ഓക്കെ. എല്ലാവരും പ്രൈമിന്റെ പവറിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ. 2^1, 3^1, 1^1, ഇതെല്ലാം പ്രൈമിന്റെ എന്തിൽ നിൽക്കുകയാണ്? പവറിൽ നിൽക്കുന്ന എലമെന്റ്സ് തന്നെ ആയിരിക്കും. ക്ലിയർ? എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ക്യാൻ ഗോ ഫോർ ദ തിയറം ടു പ്രൂവ് ദാറ്റ് ഹെൽപ് ദ ഫൈനൈറ്റ് സെറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ കീ പ്രോപ്പർട്ടീസ് ഓഫ് ഫൈനൈറ്റ് സെറ്റ് ആണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദ മെയിൻ പോയിന്റ്. ഓക്കെ. ഈ മെയിൻ പോയിന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ വാട്ട് ഈസ് ആൻ ഓർഡർ ലിമിറ്റ് എന്നാണ് നമുക്ക് പറയുന്നത്. എന്താണ് ഓർഡർ ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ ടേക്ക് ദ സെയിം എക്സാമ്പിൾ. സെറ്റ് എടുത്തിട്ടുണ്ട്, അതിൽ 1 2 3 4 5 പറഞ്ഞ എലമെന്റ്സിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 1 2 3 പറഞ്ഞ എലമെന്റ്സ് എല്ലാം പ്രൈമാണ്. ഓക്കെ. അപ്പൊ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ഓർഡർ ക്യൂ എക്സിസ്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ഈസ് ഈക്വൽ ടു p⁻n എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു p⁻n where p is the prime number. സോ 1 ആവാം, 2 ആവാം, 3 ആവാം, ഏത്? p എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ. ആൻഡ് ക്യൂവിനെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഇസ് 1^2, 2^2, 3^2 എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരിക്കലും ഫൈനൈറ്റ് ഫീൽഡ് എന്താണ് 2 3 4 5 7 9 ഒക്കെ ആവാം. ബട്ട് സൈസസ് ലൈക്ക് 6 or 10 ഡു നോട്ട്. വൈ? 6ഉം 10ഉം പ്രൊവൈഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് റേസ് ടു നമ്പർ വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് 6 വരില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലിസൺ, 1 2 3 4 5 6 ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ എനിക്ക് ഫാക്ടേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ 6 വരണ സമയത്ത് 2ഉം 3ഉം രണ്ടും പ്രൈം ഫാക്ടേഴ്സാണ്. ആൻഡ് n ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2^2 പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, 2^3 പറഞ്ഞാൽ 8 ആണ്. ഇറ്റ് ഡസ് നോട്ട് കംസ്, ഇതിന്റെ ഇടയിൽ നമുക്ക് 6 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്കിവിടെ 6 വരുന്നില്ല എന്ന് പറയാൻ കാരണം. റൈറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്ന പ്രോപ്പർട്ടി ആണ് സൈക്ലിക് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ സൈക്ലിക് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്? ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. വിത്ത് ദ സെയിം എക്സാമ്പിൾ, let us see 1 2 3 4 5 is the set or the finite fields ആയിട്ട് നമുക്ക് പറയാം. എന്താ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ നോൺ സീറോ എലമെന്റ്സ് ഓഫ് എനി ഫൈനൈറ്റ് ഫീൽഡ് ഓൾവേസ് ഫോം എ സൈക്ലിക് ഗ്രൂപ്പ് അണ്ടർ ദ മൾട്ടിപ്ലിക്കേഷൻ. വിച്ച് മീൻസ് ദാറ്റ് ഇവർ തമ്മിൽ ആഡീഷൻ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ദിസ് ഫോംസ് എ സൈക്കിൾ. ഓക്കെ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് 6 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറും ഉണ്ട്, 7 പറഞ്ഞൊരു നമ്പറും ഉണ്ട് വിചാരിക്കാം. 1 × 2 is 2, റിവേഴ്സിബിൾ ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. 2 × 3 is 6, ഇവിടെയും നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. അതേപോലെ തന്നെ 3 × 4 is 12, ബട്ട് ഇറ്റ് ഇസ് നോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ്.
റൈറ്റ് 5 ഇൻറ്റു 1 ഇസ് 5 എഗെയിൻ നമുക്ക് അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇതാണ് നമ്മുടെ സൈക്ലിക് മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതേ ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പ്രോപ്പർട്ടിയാണ് യുണീക്നെസ് എന്ന് പറയുന്നത്. എന്താ യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലി നമുക്ക് ഐഡന്റിറ്റിക്കൽ ആയിരിക്കണം. അതായത് ഒരേ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം, അതേപോലെ തന്നെ ദേ ഷുഡ് ബി ഐഡന്റിറ്റിക്കൽ എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് ഒരു ഗിവൺ സൈസ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഈ ഫീൽഡിന്റെ സൈസ് 10 ആണ്, ഈ ഫീൽഡിന്റെ സൈസ് 12 ആണ് എന്നൊക്കെ നമുക്ക് സൈസ് തന്നിട്ടുണ്ടാവും. ഇവരൊരു ഓർഡറിലും ഒരു സ്പെസിഫിക് അറേഞ്ച്മെന്റിലും ആയിരിക്കണം ഉണ്ടാവുന്നത്. If they are structurally identical, then they are called the isomorphic എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് പറയുന്ന പ്രോപ്പർട്ടീസ് ആൻഡ് വാട്ട് യു മീൻ ബൈ ദ ഫൈനൈറ്റ് ഫീൽഡ് എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ആദ്യത്തെ ഡെഫിനിഷൻ ആൻഡ് ആദ്യത്തെ തിയറമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ഫ്രം ആൾജിബ്ര. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പറയാൻ പോകുന്ന എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുമ്പോൾ നമുക്ക് ആൽജിബ്ര എന്താ നമുക്ക് ഫസ്റ്റ് അറിയണം. വാട്ട് യു മീൻ ബൈ ആൽജിബ്ര? ദ ഫോം ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റ് ഇൻ ദ ഫോം ഓഫ് എ ആൻഡ് ബി. ഓക്കെ, എയും ബിയും എന്നുള്ള ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ആൽജിബ്ര ആയിട്ട് എപ്പോഴും പറയുക. ഓക്കെ, ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ or a dot b equal to b dot a. This is a commutative property, right? അപ്പോൾ ഇത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷനും ഓർഡറോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓർഡറോ എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് മാറ്റർ. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us take the എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോളിനോമിയൽ ഇൻ ദ ഇൻഡിറ്റർമിനന്റ് എക്സ് ഓവർ ദ റിംഗ് ആർ ഇൻ ആൻ എക്സ്പ്രഷൻ ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് a0 പ്ലസ് a1 എക്സ് പ്ലസ് an(xn) എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫോർമുലയിൽ എന്താണ് നമ്മൾ മീൻ ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത്. ഓക്കെ, ഇൻ ദിസ് ഫോർമുല ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡിവിഷൻ അൽഗോരിതമാണ്. ഈ അൽഗോരിതത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഡിവിഷൻ അൽഗോരിതമായിട്ട് നമുക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് a1 എക്സ് പ്ലസ് a2 എക്സ് പ്ലസ് അപ് ടു xn വരെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? എല്ലാ എയും ആർന്ന് പറഞ്ഞ റിങ്ങിലേക്ക് വരുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ആ സൈക്ലിക് പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഏതിൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാലും തിരിച്ച് അതേ വാല്യൂ വരുന്നുണ്ട്. പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 0. നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇസ് ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ സിംപ്ലി മാത്സിൽ പറയുന്ന സമയത്ത് ഇപ്പോൾ x⁻² എന്ന് നമ്മൾ എഴുതുമ്പോൾ എക്സിനെ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. റൈറ്റ്, അതേപോലെ തന്നെ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു ഫോർമുലയിൽ നമ്മൾ എക്സിനെ നമ്മൾ എന്തുമായിട്ട് പറയുന്നു? കോഎഫിഷ്യന്റ് ആയിട്ട് പറയുന്നു. ഓക്കെ, ai എന്ന് പറഞ്ഞ എലമെന്റിന്റെ കോഎഫിഷ്യന്റ് ആണ് ഏതെന്ന് പറയുന്നത്? എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അതാണ് ഇവിടെ a1 x എന്ന് കൊടുത്തിട്ടുള്ളത്. a എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് എ പെർട്ടിക്കുലർ വാല്യൂ ആൻഡ് എക്സ് ഇസ് ദ കോഎഫിഷ്യന്റ് ഓഫ് a1. റൈറ്റ്, അപ്പൊ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമുലയിൽ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ എക്സ് ഈസ് ദ കോഎഫിഷ്യന്റ് ആൻഡ് എ ഈസ് ദ എലമെന്റ്. റൈറ്റ്, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതാണ് വി ഹാവ് ടു പ്രൂവ് ഇറ്റ്. റൈറ്റ്, അപ്പൊ പ്രൂവ് ചെയ്യാനാണ് നമുക്ക് നെക്സ്റ്റ് പോകുന്നത്. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് അറിയണം. എന്താണ് ടെർമിനോളജീസ്? ഫസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ x⁻³ പ്ലസ് x⁻² പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ 3 is the highest polynomial and which we call it as the degree. റൈറ്റ്, അപ്പൊ ഏതാണോ ഒരു പോളിനോമിയൽ ഏറ്റവും മാക്സിമം വാല്യൂ ഹോൾഡ് ചെയ്യുന്നത്, ദ ലാർജസ്റ്റ് ഇൻറ്റിജർ വിച്ച് ഇസ് ക്യാരിയിങ് ബൈ ദ കോഎഫിഷ്യന്റ് വിച്ച് വി കോൾ ഇറ്റ് ആസ് ദ ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ്. റൈറ്റ്, അപ്പൊ ഇതിനെ നമ്മൾ ഒരു ഫാക്ടറും കൂടെ നമ്മൾ ഇതിനെ പറയും. ഈ x⁻² എന്ന് പറയുന്നത് 2 ആണ് കോഎഫിഷ്യന്റ്. എക്സ് എന്ന് പറയുന്നത് x⁻1 ആണ് കോഎഫിഷ്യന്റ്. അപ്പൊ ഇതിൽ ലീഡിങ് കോഎഫിഷ്യന്റ് ആരാണ്? x⁻³ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ ലീഡിങ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ക്ലിയർ? പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഇതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
എ ഓഫ് 0 എന്നാണ് അർത്ഥം. അതായത് x0 ആണെന്നാണ് നമുക്ക് ഇവിടെ മീൻ ചെയ്യുന്നത്. സോറി, x1 ആണെന്നാണ് ഞാൻ ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ കൂടെ, അതായത് നോട്ട് ഈക്വൽ ടു 0, നമുക്ക് എപ്പോഴും x1 ആണെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് a0 ഇൻറ്റു 1 ആണ് അർത്ഥം, റൈറ്റ്? അപ്പൊ ഡിഗ്രി എന്ത് തന്നെ ആയിരിക്കും? എപ്പോഴും ഇവിടെ 1 തന്നെ ആയിരിക്കും. സോറി, 1 അല്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എക്സ് ഫാക്ടർ ഇവിടെ വരുന്നില്ല. സോ x⁻0നെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? 1 എന്ന് എടുക്കുന്നു. സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ? ഇനി എല്ലാ കോഎഫിഷ്യന്റും നമുക്ക് 0 ആണെന്ന് വിചാരിക്കുക. അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ x⁻2x⁻0 പ്ലസ് 4x⁻0 പ്ലസ് 2 എന്നാണ് എനിക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്ന് വിചാരിക്കാം. ഈ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2x പ്ലസ് 4x പ്ലസ് 2 എന്നേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ 6x പ്ലസ് 2 എന്നാക്കും. ഇപ്പോഴും എക്സിന്റെ വാല്യൂ എന്താ? എക്സിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 0 ആണ് കൊടുത്തിരിക്കണമെന്ന് ഇരിക്കട്ടെ. 6 ഇൻറ്റു x⁻0 എന്നാണ് കൊടുത്തിരിക്കണമെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ പറയുന്ന പേരാണ് സീറോ പോളിനോമിയൽ. ഓക്കെ, ഇതിനെ ഞാൻ പറയുന്ന f(x)നെ ഞാൻ പറയുന്ന പേരാണ് സീറോ പോളിനോമിയൽ. അങ്ങനെയുള്ള വാല്യൂസിനെ അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രിയെ ഞാൻ പറയുന്നതാണ് ഇറ്റ് ഷുഡ് ബി ഡിഫൈൻഡ് ആസ് -∞. ഓക്കെ, -∞. എപ്പോഴാണ് f(x) മോണിക് എന്ന് പറയുന്നത്? മോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലീഡിങ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ നമുക്ക് ലീഡിങ് കോഎഫിഷ്യന്റ് ആരാണ്? (1 ആണ്. അപ്പോൾ എന്താ പറയുക? f(x) മോണിക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇനി ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 + x² or else we can write as x² + 2. റൈറ്റ്? ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ആർ ദ പോളിനോമിയൽ ഇൻ ദിസ് പോളിനോമിയൽ, വിച്ച് ആർ ദ കോഎഫിഷ്യൻസ്? ഇതിൽ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും x ഒരു കോഎഫിഷ്യന്റ് ആണ്, 2 ഒരു കോഎഫിഷ്യന്റ് ആണ്. റൈറ്റ്? ഇവിടെ 2ന്റെ കൂടെ +0 ഡിഫൈൻഡ് ആയിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ക്ലിയർ? എക്സിന്റെ ഇപ്പുറത്ത് 1 ആണ്, സോ എക്സ് ആയിരിക്കും. ഇനി 2 ഒരു 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ. ഇറ്റ് ഈസ് ഓൾസോ, ദാറ്റ് ഈസ് 2⁻1 എന്നാണ് ഇതിന്റെ മീനിങ്. 2 ഈസ് ഓൾസോ എ കോഎഫിഷ്യന്റ്. 1⁻1 0⁻1 പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവാം. അവിടെ ഒന്നും ഇല്ലെങ്കിലും +0 എന്നാണല്ലോ നമുക്ക് അർത്ഥം. സോ അതുകൊണ്ടാണ് 0 ഒരു ഫാക്ടറാക്കി നമ്മൾ അവിടെ പോളിനോമിയലിന്റെ കാര്യത്തിൽ കോഎഫിഷ്യന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ തിയറം എന്തൊക്കെയാണ് ടെർമിനോളജീസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് ഡെഫിനിഷനിൽ നിന്ന്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ദ ഡെഫിനിഷൻ 2, ദാറ്റ് ഈസ് ദ കമ്മ്യൂട്ടേറ്റീവ് റിംഗിൽ മൾട്ടിപ്ലിക്കേഷനും അതേപോലെ തന്നെ അഡീഷനും കോഎഫിഷ്യൻസ് തമ്മിൽ നടക്കുന്ന സമയത്ത്, അതായത് 2 പോളിനോമിയൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 2 പോളിനോമിയൽസ് തമ്മിൽ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ നടക്കുമ്പോൾ വാട്ട് ഈസ് ദ റിസൾട്ട്? അതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ പലവിടെയും സെഡ് എന്നുള്ളൊരു ലെറ്റർ കണ്ടു. ഈ സെഡ് എന്ന് പറയുന്നതിനെ സെഡ് ആർ ബോത്ത് ദ യൂക്ലീഡിയൻ ഡൊമൈൻസ് ആയിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ എന്താണ് സെഡ് എന്നുള്ള കാര്യം നമ്മൾ വഴിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത് തിയറം 1 ഡിവിഷൻ അൽഗോരിതമാണ് പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമുക്ക് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിനോമിയൽ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ സെയിം പോളിനോമിയൽ ഡിഗ്രി ഉള്ള ആൾക്കാർ തമ്മിൽ ചെയ്യുന്ന സമയത്ത് വിത്ത് കോഎഫിഷ്യന്റ് ആർ, അതിന് നമ്മൾ r(x) ആക്കി പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റിസൾട്ട് വരിക? വാട്ട് ഈസ് ദ റിസൾട്ട് ആൻഡ് എങ്ങനെയാ നമുക്ക് ആ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇവിടെ 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ f(x) = a0 + a1x + anxn ആയിട്ടും ആൻഡ് g(x) എന്ന് പറയുന്നത് b0 + b1x + bmxm ആയിട്ട് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 പോളിനോമിയൽസ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദീസ് 2 പോളിനോമിയൽസ് ആർ ദ എലമെന്റ് ഓഫ് പാരന്റ് f(x). ക്യാപിറ്റൽ f(x)ന്റെ 2 പോളിനോമിയൽസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ പറയുന്നത്. ഇതിൽ 2 നോൺ സീറോ എലമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? an-ഉം അതേപോലെ bm-ഉം 2 നോൺ സീറോ എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. ഇത് രണ്ടും ക്യാപിറ്റൽ എഫിന്റെ എലമെന്റ് ആണ്. ഓക്കെ, ആൻഡ് m എന്ന് പറയുന്നത് >0 ആണെന്ന് കൂടെ നമ്മൾ അവിടെ പറയുന്നുണ്ട്.
ഓക്കെ, എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഇങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. രണ്ട് പോളിനോമിയൽസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് എ ഓഫ് എന്നും എ എന്നും ബി എം എന്നും പറയുന്നത് ബോത്ത് നോൺ സീറോ എലിമെന്റ് ആണ്. ഇവർക്ക് നോൺ സീറോ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കോയിഫിഷ്യന്റ് എന്ന് പറയുന്നത് എം ഗ്രേറ്റർ ദാൻ 0 ആയിട്ടാണ് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും യുണീക്ക് പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ യുണീക്ക് പോളിനോമിയൽസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യുണീക്ക് പോളിനോമിയൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഡിഫറെന്റ് ഐഡന്റിറ്റി ഉള്ള രണ്ട് പോളിനോമിയൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ നമ്മൾ എപ്പോഴും മാത്സിൽ പഠിക്കും. എന്താന്ന് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറയാ, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കും. റൈറ്റ്? ആ ഫോർമുലയാണ് നമ്മൾ ഈ ഡിവിഷൻ അൽഗോരിതത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് താഴെ നോക്കി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. എന്താണ് ക്യൂ ഓഫ് എക്സ്? കോഷ്യന്റ് ആണ്. ആർ ഓഫ് എക്സ് ആണ് റിമൈൻഡർ എന്ന് പറയുന്നത്, ആൻഡ് ജി ഓഫ് എക്സ് ആണ് റിമൈൻഡർ. ക്ലിയർ ആണോ? ആ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിവൈസർ ആണ്, പ്ലസ് ഇൻറ്റു എന്താണ്? കോഷ്യന്റ് ആണ്. കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഓഫ് എക്സ് ആണ്, പ്ലസ് റിമൈൻഡർ ഈസ് ആർ ഓഫ് എക്സ്. ക്ലിയർ? ഈ ഫോർമുലയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത എന്താ നമ്മൾ ഇത് ചെയ്യാൻ പോണ, ഈ ഇക്വേഷനിൽ നമ്മൾ എന്താണ് ഇത് പ്രൂവ് ചെയ്യാനാണ് പോണത്. ഇറ്റ് ഫോളോസ് എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പോണത് ഫ്രം ദ ഡെഫിനിഷൻ 3. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ 3 നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് ഈ തന്ന ഇക്വേഷനിൽ, അതായത് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, എന്താണത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോർമുല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ. ഈ ഫോർമുലയിൽ നമുക്ക് പറയേണ്ട മേജർ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് ആർ ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും നമ്മൾ കമ്പയർ ചെയ്യണ സമയത്ത് റിമൈൻഡർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ വാട്ട് ഈസ് ക്യൂ ഓഫ് എക്സ് അല്ലെങ്കിൽ ജി ഓഫ് എക്സ്. എന്താണ് പറയാൻ കാരണം? ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡിവൈസർ ആണ് അല്ലേ? അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 12 ആണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോണത്. ഓക്കെ, 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 12നെ എനിക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? 3 ഇൻറ്റു 4 പ്ലസ് 0 ആയിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. എന്താണ് ഈ 3 ഇൻറ്റു 4? 12നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് എൻ്റെ കോഷ്യന്റ് എന്ന് പറയുന്നത്, റിമൈൻഡർ ആണ് എൻ്റെ 0 എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഇക്വേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ജി ഓഫ് എക്സ് ആരാണ്? ഡിവൈസർ 3 ആണ്. അപ്പൊ എൻ്റെ ജി ഓഫ് എക്സ് ആണ് 3 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ക്യൂ ഓഫ് എക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ആണ്, റിമൈൻഡർ 0 ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്തായാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? ദാറ്റ് ഈസ് ദ ആർ ഓഫ് എക്സ് ലെസ് ദാൻ ജി ഓഫ് എക്സ് വിൽ സാറ്റിസ്ഫൈ. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡെഫിനിഷനിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ഇൻ ദിസ് ഡെഫിനിഷൻ ഇറ്റ് സീംസ് ദാറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു, അതായത് ആദ്യത്തെ A0 പ്ലസ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പാരന്റ് എഫ് ഓഫ് എക്സിൽ ബിലോങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സപ്പോസ് ഇവിടെ നമ്മൾ പറയുകയാണ് എന്റെ വാല്യൂ, അതായത് എഫ് ഓഫ് എ എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് us assume that എഫ് ഓഫ് എ ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർ സം എ ബിലോങ്സ് ടു ഇ, എന്താണ് ഫോർ എ സം ബിലോങ്സ് ടു ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് പറയണത് ഫൈനൈറ്റ് ഫീൽഡിലുള്ള ഒരു എലമെന്റ് ആണ്. ക്ലിയർ? അതായത് എക്സാമ്പിൾ പറഞ്ഞുതരാ, ഇപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു എലമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ എ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ടേൺസ് ടു 0 ആൻഡ് ഇറ്റ് ഫോളോസ് എ സൈക്ലിക് മൾട്ടിപ്ലിക്കേറ്റീവ് ഫോം വിച്ച് ഈസ് ഓൾറെഡി ഇൻ ദ ഫൈനൈറ്റ് ഫീൽഡ്. പറഞ്ഞു മനസ്സിലായോ? സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്. ക്ലിയർ? അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, എഫ് ഓഫ് എക്സിന്റെ ഒരു റൂട്ടാണ് 0 എന്നല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അതാണ് നമ്മൾ ഈ ഇക്വേഷനിൽ പ്രൂവ് ചെയ്യാൻ പോണത്. റൈറ്റ്? ലെറ്റ് us prove from the theory 1 we can deduce that എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എ ബിലോങ്സ് ടു എഫ് ആണ്,
and if f of x is 0 ആണെങ്കിൽ it also belongs to f of x if and only if x is a factor എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫാക്ടർ ചെയ്തത്? കുറച്ചപ്പോഴും നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ. ലെറ്റ് us see. നോക്കിയേ, 12 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. 15 ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് വിചാരിക്കാം. 15 ഡിവൈഡഡ് ബൈ 3, ദ ആൻസർ ഇസ് 5, റൈറ്റ്? അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് എനിക്ക് എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാൻ പറ്റുക? ദാറ്റ് ഈസ് 3 into 5 plus 0 which is equal to 15, റൈറ്റ്? അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? എന്തായാലും ജി ഓഫ് എക്സിനെക്കാട്ടിലും ആർ ഓഫ് എക്സ് എന്നതിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ് ജി ഓഫ് എക്സ്. ഇവിടെ 0 ആണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഈസ് ഗ്രേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ അതേ ഇക്വേഷൻ കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ജി ഓഫ് എക്സ് ഡിവൈഡ്സ് എഫ് ഓഫ് എക്സ്, അല്ലേ? ജി ഓഫ് എക്സ് എന്ന് പറയുന്ന 3നെ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ പ്രൂവ് ദാറ്റ് അൺടിൽ ഇറ്റ് ബിക്കംസ് ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്ക് എന്തായാലും പറയാൻ പറ്റും 15 എന്ന് പറഞ്ഞ എലമെന്റിനെ എനിക്ക് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞ എലമെന്റിനെ എനിക്ക് ഇനിയും ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ റിമൈൻഡർ ഈസ് എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. ക്ലിയർ? ഇതാണ് നമ്മൾ ഈ ഡെഫിനിഷനിൽ ക്ലിയർ ആക്കുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഡെഫിനിഷൻ നമുക്ക് ഈ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു നോ ദ റെഡ്യൂസബിൾ ആൻഡ് ഇറെഡ്യൂസബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കിവിടെ മെൻഷൻ ചെയ്യണം. എന്താണ് റെഡ്യൂസബിൾ പ്രോപ്പർട്ടി, എന്താണ് ഇറെഡ്യൂസബിൾ പ്രോപ്പർട്ടി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദ വാല്യൂ ക്യാൻ ബി ഡിവൈഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇറ്റ് ഈസ് റെഡ്യൂസബിൾ എന്നാണ് അർത്ഥം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞുതരാം. ദ സെയിം എക്സാമ്പിളിനെ നമുക്ക് എടുക്കുന്നതിന് മുന്നേ കുറച്ചൊരു വലിയ എക്സാമ്പിളിനെ എടുക്കാം. നോക്കി, ഇവിടെ 45 ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഡിവിഡൻഡ്, റൈറ്റ്? 45 ആണ് ഞാൻ എടുത്തിരിക്കുന്ന ഡിവിഡൻഡ് ആൻഡ് ഐ എം ഡിവൈഡിങ് ദിസ് വാല്യൂ വിത്ത് 3. ഓക്കെ, അപ്പൊ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 15 വരുന്നു. എഗെയിൻ ഐ ക്യാൻ ഡിവൈഡ് ദിസ് വാല്യൂ വിത്ത് 5, റൈറ്റ്? ഇതെന്താണ്? ഇത് റെഡ്യൂസബിൾ ആണ്. കാരണം 15 ആണ് എനിക്ക് വന്നത് റിമൈൻഡർ, പക്ഷേ ജി ഓഫ് എക്സിനെക്കാട്ടിലും 3നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ എഗെയിൻ ഐ ക്യാൻ സബ് ഡിവൈഡ്. സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റെഡ്യൂസബിൾ, റൈറ്റ്? റെഡ്യൂസബിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇറെഡ്യൂസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ പറഞ്ഞുതരാം. 3നെയാണ് ഞാൻ 1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് ആൻഡ് 3 is the factor, so 3 is the answer, 0 is the remainder. 0 റിമൈൻഡർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ ഇറ്റ് ഈസ് ഇറെഡ്യൂസബിൾ. ക്ലിയർ? ഇതാണ് തിയറം 2ൽ ഞാൻ പ്രൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ നമ്മൾക്ക് ഇതിനെ പറയാം. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇഫ് ദ ഇക്വേഷൻ, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് വി പ്രൂവ് ദ അസേർഷൻ ഓഫ് n is equal to ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എഫ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇഫ് എഫ് ഹാസ് no zeros then assertion is true. 0 എത്താത്തിടത്തോളം കാലം, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് 0 എക്സ് റേസ് ടു ന്റെ വാല്യൂ 0 ആവാത്തിടത്തോളം കാലം എനിക്ക് എന്താണ്, അതിനെ പോളിനോമിയൽ ആയിട്ട് പറയാൻ പറ്റും ആൻഡ് ഐ ക്യാൻ സബ് ഡിവൈഡ് എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയുന്നത്. ഇനി എഫ് എന്താ പറയാ, ഒരു ഹാസ് എ 0a അല്ലെങ്കിൽ എന്റെ വാല്യൂ 0 ആയിട്ടൊരു വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് എക്സ് എഴുതിക്കൂടെ? വൈ? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്? ക്ലിയർ? വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി. പണ്ട് നമ്മൾ ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫാക്ടറൈസേഷൻ പറഞ്ഞുതരാം. എക്സ് സ്ക്വയർ മൈനസ് 4 ആണ്, എക്സ് സ്ക്വയർ പ്ലസ് 4 ആണ് എൻ്റെ പോളിനോമിയൽ എന്ന് വെക്കുക. ഇത് വരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 2 വാല്യൂസ് ആണ്. എക്സിന്റെ ക്യാൻ ഹാവ് ദ പോസിബിലിറ്റീസ് ഓഫ് -2 ഓർ +2, ഓർ വി ക്യാൻ റൈറ്റ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 നമ്മൾ എഴുതും. ക്ലിയർ? ഇതാണ് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 ആയിട്ട് മാറുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഇതില് ഈ എക്സ് മൈനസ് എ നമുക്ക് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 2 പ്രാവശ്യം നമുക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഫോർമുല ഹിയർ, എക്സ് മൈനസ് എ ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. വാട്ട് ഇസ് ക്യൂ ഓഫ് എക്സ്? ഇറ്റ് ഇസ് ദ കോഷ്യന്റ്, ദാറ്റ് ഇസ് ദ ഡിവൈഡൻഡ് ഫാക്ടർ. 2 ആണ് അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? n-1 ആയിരിക്കും. എത്ര നമ്പർ ഓഫ് ഫാക്ടർ ഉണ്ടോ -1 ആയിരിക്കും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഈ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. താഴെ നമുക്കൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് വിച്ച് ഈസ്, നോക്കി ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു ബി ഓഫ് എക്സ്
വിത്ത് എ ഓഫ് എക്സ് ബി ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇറെഡ്യൂസിബിൾ പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇവിടെ പറയുന്നത്. വാട്ട് യു മീൻ ബൈ ഇറെഡ്യൂസിബിൾ പ്രോപ്പർട്ടി? നമുക്കിനി അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഇത് ഇറെഡ്യൂസിബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സ്ക്വയർ പ്ലസ് 1 ആണ് എന്റെ പോളിനോമിയൽ എന്ന് വിചാരിക്കാം. I can write as x minus 1 into x minus 1. Again, it cannot be subdivided, so it is irreducible. ക്ലിയർ? ഇതാണ് റെഡ്യൂസിബിൾ ആൻഡ് ഇറെഡ്യൂസിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിയറത്തിൽ പറയുന്ന നോൺ സീറോ പോളിനോമിയൽ. നോൺ സീറോ പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അല്ലാത്ത, എഫ് ഓഫ് എക്സിൽ സീറോ അല്ലാത്ത വാല്യൂ ഉള്ള ഒരു വേരിയബിൾ എന്ന് പറയുന്നത്, അറ്റ്മോസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് എഫിന്റെ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഏറ്റവും മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് സീറോയെ വരുള്ളൂ, അല്ലെങ്കിൽ അതിൽ കൂടുതലേ നമുക്ക് വരാൻ സാധ്യതയുള്ളൂ. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ 1 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് എക്സാമ്പിൾ 1 പറഞ്ഞിട്ടുള്ള കാര്യം നോക്കിയേ. എന്താ എക്സാമ്പിൾ 1 ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. എന്താ നോക്കി അവിടെ? എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഇറെഡ്യൂസിബിൾ ഓവർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ചപ്പോഴേ പറഞ്ഞു എന്തുകൊണ്ടാണ്. നമുക്ക് അതിനെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ പോയാലും എക്സ് സ്ക്വയർ പ്ലസ് 1 എക്സ് മൈനസ് 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്നോ അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നോ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ഐന്റെ വാല്യൂ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ -1 ആണെങ്കിലും +1 ആണെങ്കിലും നമുക്ക് അവിടുന്ന് അങ്ങ് കുറയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കണ്ടീഷൻ എന്താണ്? എപ്പോഴും വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ക്ലിയർ? അപ്പൊ ഇതാണ് ഇറെഡ്യൂസിബിൾ ഫാക്ടർ ആയിട്ട് പറയുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ Einstein's criterion which gives a sufficient condition for the polynomial over Q എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഇസ് Q, വാട്ട് ഇസ് R? R is the real number ആണ്. Q എന്ന് പറയുന്നത് എന്താ നമ്മുടെ കോഷ്യൻ ഫാക്ടർ ആണ് നമുക്ക് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വൈ കാൺ ബി റെഡ്യൂസിബിൾ എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. എന്തുകൊണ്ട് നമുക്ക് ഇറെഡ്യൂസിബിൾ നമ്മൾ പറയുന്നു? ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറെഡ്യൂസിബിൾ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ സീറോ റൂട്ട് വരുന്നത്, ദാറ്റ് ഈസ് എഫ് ഓഫ് എ ഈക്വൽ ടു സീറോ വരുന്നത്, വിച്ച് മീൻസ് ദാറ്റ് അതിന് ഒരു ഫാക്ടറേ ഉള്ളൂ എന്നാണ് അർത്ഥം. പറഞ്ഞു മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ഞാൻ പറഞ്ഞിരിക്കണത് വിചാരിക്കുക. എക്സ് സ്ക്വയർ പ്ലസ് 1 എങ്ങനെ പോയാലും എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ആണ്. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, 2 ഫാക്ടേഴ്സ്, അതായത് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതുമ്പോഴേ എക്സിന് 2ഉം 3ഉം വാല്യൂ ആയിട്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ -1 എന്നോ +1 എന്നോ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഫാക്ടർ തിയറത്തിൽ നമ്മൾ പറയുന്നത്. ഇപ്പോ ഡിവിസിബിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയുകയാണ് അറ്റ്മോസ്റ്റ് റൂട്ട്സ് നമുക്ക് കൂടുതലുണ്ട്. അതായത് അറ്റ്മോസ്റ്റ് സീറോസ് എന്ന് പറഞ്ഞാൽ റൂട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഡിസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 2 3 4 5 എന്ത് എലമെന്റ്സ് എക്സിന്റെ വാല്യൂ അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഓവർ ദ റിയൽ നമ്പേഴ്സ് ദർ ആർ നോ റിയൽ റൂട്ട്സ് ആയിട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. റിയൽ നമ്പേഴ്സിന്റെ മേലെ നമുക്ക് ഒരിക്കലും റിയൽ റൂട്ട്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് 2 റൂട്ട്സ് എങ്കിലും, എക്സാക്ട്ലി 2 റൂട്ട് എങ്കിലും വേണം. അതിനുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് എന്താ പറയാ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലെങ്കിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമില് നമ്മൾ എപ്പോഴും എഴുതാറുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ഡിഗ്രി 2 ആയിരിക്കും. ക്ലിയർ? ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയണത് നമുക്ക് അവിടെ എന്തായിരിക്കും? റെഡ്യൂസിബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് എ ഡിഗ്രി ഓഫ് 0 1 and 2. ക്ലിയർ? ഇതാണ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ദ ഇറെഡ്യൂസിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറെഡ്യൂസിബിൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ വളരെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് റെഡ്യൂസിബിൾ ആണോ അല്ലയോ നമ്മൾ നോക്കുന്നു. എന്നതിന് ശേഷം റെഡ്യൂസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫാക്ടേഴ്സിനെ മെൻഷൻ ചെയ്യുന്നു. ഇഫ് ഇറ്റ് കനോട്ട് ബി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് എന്താണ് അതിന്റെ അർത്ഥം? ദ പ്രോബ്ലം ഓഫ് ഡിറ്റർമൈനിങ് വെദർ ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആ മേജർ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ പാരന്റ് എഫ് ഓഫ് എക്സിൽ ഉള്ളതാണോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണ്.
ഇനി എപ്പോഴാണോ നമുക്ക് ആ പ്രോബ്ലം കണ്ടുപിടിക്കാൻ പറ്റാത്തത്, വിച്ച് മീൻസ് ദാറ്റ് അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, സഫീഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഇർറെഡ്യൂസിബിൾ, റെഡ്യൂസിബിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത എക്സാമ്പിളിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിയേ, ലെറ്റസ് ഇതൊരു മേജർ മാത്തമാറ്റിക്കലിൽ നമ്മൾ പഠിച്ച ഒരു പോളിനോമിയൽ എക്സ്പ്രഷൻ തന്നെയാണ്. ഈ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂ പ്ലസ് 3x+2 ഈസ് ഇർറെഡ്യൂസിബിൾ ഓവർ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു റിയൽ റൂട്ട്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ദാറ്റ് ഈസ് എന്താ റിയൽ റൂട്ട്സ് എന്ന് പറഞ്ഞുതരാം. 9ന്റെ റിയൽ റൂട്ട് എന്ന് പറയുന്നത് 3 ആണ്. 4ന്റെ റിയൽ റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ അത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. ക്ലിയർ? അങ്ങനെ ഒരു റിയൽ റൂട്ട് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ല. എന്നാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? അതും ഇല്ല. കാരണം എന്താണ്? ഇവിടെ നമുക്ക് കോംപ്ലക്സ് ആവാം, ഇല്ലാതിരിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് P/Q എന്താന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ ഹയസ്റ്റ് കോഎഫിഷ്യന്റ് നമുക്ക് നോക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ബി പോസിബിളി ദ റൂട്ട്സ് വിൽ ബി x-1, x+1 ഓർ x-2, x+2. ഇതിൽ ഏതെങ്കിലും ഫാക്ടർ ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക. സോ അങ്ങനെ ആവുന്ന സമയത്ത് ദ മാക്സിമം ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പറയണ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് നമുക്ക് കോഷ്യന്റിൽ കിട്ടുന്നത്, അതാണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് x³ പ്ലസ് 3x+2നെ ഞാൻ ഒരു ഫാക്ടറും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വാല്യൂ എപ്പോഴും x² ആയിരിക്കും. കാരണം ഇവിടെ ക്യൂബാണ്. ഞാൻ 3x വെച്ചിട്ടോ 2x വെച്ചിട്ടോ മറ്റേ ആയിരിക്കും, അല്ലെങ്കിൽ x വെച്ചിട്ടൊക്കെ ആയിരിക്കും ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ x x² ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ x³ ആയി മാറുന്നു. ക്ലിയർ? അപ്പൊ എൻ്റെ മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ക്ലിയർ? ഇതാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ മെൻഷൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്? ഹൗ ടു മേക്ക് ദ വാല്യൂ സീക്രട്ട്ലി ഫോർമാറ്റഡ് ഓർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ സ്പേസ് ടു അനദർ ബൈ ഹൈഡിങ് അതേഴ്സ് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് വി ആർ യൂസിങ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇനി തിയറം 3യിൽ എന്താ പറയുന്നത്? ലെറ്റ് us see. തിയറം 3യിൽ നമ്മൾ പറയുന്നത് എന്താണ്? let f of x belongs to capital F of x and let f of x be the degree of 2 or 3 എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്സിന്റെ ഡിഗ്രി 2 ആവാം 3 ആവാം, ക്യാൻ ബി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഇറഡ്യൂസിബിൾ. 2ഉം 3ഉം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? വാല്യൂവിനെ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ഇറഡ്യൂസിബിൾ നമുക്ക് പറയാം. എപ്പോഴാണ് നമുക്ക് റെഡ്യൂസിബിൾ ആവുന്നത്? 2ഉം 3നും പകരം 6ഉം 2ഉം ആണ് എനിക്ക് വന്നതെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇറ്റ് ക്യാൻ ബി എന്ത് ചെയ്യാം? റെഡ്യൂസിബിൾ. ക്ലിയർ? സിൻസ് നമുക്ക് ഇങ്ങനെ കൂടെ നമുക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റും. ജി ഓഫ് എക്സിന്റെ ഡിഗ്രി 1 ആവുന്ന സമയത്തിടത്തോളം എനിക്ക് എന്ത് ചെയ്യാം? അതിനെ റെഡ്യൂസ് ചെയ്യാം. ജി ഓഫ് എ എപ്പോഴാണോ 0 ആവുന്നത്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എഫ് ഓഫ് എ ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ ദ ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് അർത്ഥം. ക്ലിയർ? അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൊളോറിയലിൽ നമുക്ക് പറഞ്ഞിരിക്കണം. ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് എ ബിലോങ്സ് ടു എഫ്, then x minus a is a factor of f of x and f of x is reducible എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, why it is reducible? ഫാക്ടർ എന്ത് മാത്രമേ ആയിട്ടുള്ളൂ? ഇവിടെ നോക്കിയേ, ഫാക്ടർ 6ഉം 2ഉം മാത്രമേ ആയിട്ടുള്ളൂ. ആൻഡ് എ ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ എ ബിലോങ്സ് ടു എഫ് ആണ്. സോ എക്സ് മൈനസ് 2 എഗെയിൻ ഇറ്റ് ക്യാൻ ബി എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തിയറം 3യിൽ ഇറഡ്യൂസിബിൾ പ്രോപ്പർട്ടി ഓവർ എഫ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് പറയുന്നത് നോക്കിക്കോളൂ. ഇതിൽ ഫസ്റ്റ് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ലെറ്റ് us see the example. ഈ എക്സാമ്പിളിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ്
ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ വിച്ച് ബിലോങ്സ് ടു Z2 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. Z2 ഓഫ് എക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ജി ഓഫ് എക്സിനെ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ടു ആയിട്ട് പറയുന്നുണ്ട്, വിച്ച് ഈസ് ഇറെഡ്യൂസിബിൾ ആണെന്ന് പറയുന്നുണ്ട്. രണ്ടും ഇറെഡ്യൂസിബിൾ ആണ്, കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ഞാനിപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, സീറോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. ആർക്ക്? എഫ് ഓഫ് സീറോന്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഈക്വൽ ടു സീറോ ആണ് വരിക, വിച്ച് മീൻസ് ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ ആണല്ലോ. ഇനി എഫ് ഓഫ് വൺ നോക്കുകയാണെങ്കിലോ 1 ആണ് വരുന്നത്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. അതിന്റെ അർത്ഥം എന്താ? എഫ് ഓഫ് എക്സിന് നോ റൂട്ട്സ് ഇൻ x2 ആൻഡ് ഇറ്റ് ഈസ് ഇറെഡ്യൂസിബിൾ എന്നാണ് അർത്ഥം. എപ്പോഴാണോ എഫ് ഓഫ് എക്സിന് ഗ്രേറ്റർ ദാൻ സീറോ ആയിട്ട് വരുന്നത്, then it can say that it is reducible. എപ്പോഴാണോ എനിക്ക് സീറോ ആവുന്നത്, നോട്ട് ഈക്വൽ ടു സീറോ ആവുന്നത്, അപ്പോഴാണ് എന്ത് വരുന്നത്? ഇറെഡ്യൂസിബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കി, ഇവിടെ ജി ഓഫ് സീറോ ഈക്വൽ ടു 2 ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് രണ്ട് ഫംഗ്ഷൻ ആണല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിലും ജി ഓഫ് സീറോ കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2ഉം ഇവിടെ 1ഉം ആണ് വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ സീറോ, അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്താണ്? ഇറെഡ്യൂസിബിൾ ആണ്. ഓക്കെ, അപ്പൊ റെഡ്യൂസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത്? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. നെക്സ്റ്റ് തിയറം, ദാറ്റ് ഈസ് കൊറോളറി 2. That is, then the polynomial f of x is a principal idea domain. ആദ്യം നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഐഡിയ ഡൊമൈൻ എന്നുള്ള കാര്യമാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത്. എന്താണ് PID എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് PID? ഓക്കെ, ആൻഡ് യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ എന്താണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. സിമ്പിൾ ആയിട്ട് ആദ്യം പറയുന്ന സമയത്ത് ലെറ്റ് us see. 15നെ ഞാൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ഈസ് ദ കോഷ്യന്റ് ആൻഡ് 0 ഈസ് ദ റിമൈൻഡർ. റൈറ്റ്? അപ്പൊ 15നെ എനിക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 3 പ്ലസ് 0 എന്ന് എഴുതിക്കൂടെ? ഇവിടുന്ന് ഇങ്ങ് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഏത് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഏത് ഡിവിഡൻഡ് എടുക്കുമ്പോഴാണോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇറെഡ്യൂസിബിൾ ആയിട്ട് വരുന്നത്, യുണീക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ദെൻ എഫ് ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കും? ഒരു പ്രൈം എലമെന്റ് ആയിരിക്കും. ഇവിടെ നോക്ക്, 5ഉം 3ഉം പ്രൈം നമ്പേഴ്സാ. ഓക്കെ, ആൻഡ് ഇൻ ദാറ്റ് വാല്യൂ അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് ഇസ് ഇറെഡ്യൂസിബിൾ. ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറെഡ്യൂസിബിൾ നമുക്ക് എഫ് ഓഫ് എക്സിനെ ക്രിയേറ്റ് ചെയ്യാം. രണ്ട് ഇറെഡ്യൂസിബിൾ പ്രോപ്പർട്ടിയാണ്. 5നെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, 3നെ എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് റെഡ്യൂസിബിൾ ആയിരിക്കും. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് PID ആണ്, പ്രിൻസിപ്പൽ ഐഡിയ ഡൊമൈൻ ആണ്. എന്തുകൊണ്ട് അതിനെ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എവറി ഇറെഡ്യൂസിബിൾ എലമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രൈം എലമെന്റ് ആയിരിക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ 5ഉം 3ഉം ഒരു പ്രൈം എലമെന്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 15ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 5ഉം 1ഉം, അല്ലെങ്കിൽ 5ഉം 3ഉം, അല്ലെങ്കിൽ 3ഉം 5ഉം, അല്ലേ? ഇതല്ലേ നമ്മുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും കോമൺ മൾട്ടിപ്പിൾ ആണ്, നമ്മുടെ ഗ്രേറ്റസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനൊരു സംഭവം നമുക്ക് എഴുതാൻ പറ്റുന്നത്. 5 ഇൻറ്റു 3 പ്ലസ് 0 നമുക്ക് എഴുതാൻ പറ്റുന്നത്. അതിനൊരു ജനറൽ മെത്തേഡാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് ആണ്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ് എഫ് ഓഫ് എക്സിന്റെ, ആൻഡ് ജി ഓഫ് എക്സ് ആണ് അതിന്റെ ഡിവൈസർ ആയിട്ടും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് റിമൈൻഡറും ആണ്, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഷ്യന്റും ആണ്. അങ്ങനെയാണ് ഈ എച്ച് ഓഫ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഡിവൈസർ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നോർമൽ ഫോർമുല എന്തായിരുന്നു? ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ആയിരുന്നു. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഫാക്ടേഴ്സിന്റെ എണ്ണം കൂട്ടുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ നോക്കിയേ, ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താ ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോഷ്യന്റ്, ദാറ്റ് ഇസ് 5. ഓക്കെ, ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ എടുത്തിരിക്കുന്ന ഫാക്ടർ, പ്ലസ് ആർ ഓഫ് എക്സ് റിമൈൻഡർ, ഇൻറ്റു ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിവൈസർ. ഓക്കെ, ഈ ഫാക്ടേഴ്സ് തമ്മിൽ ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് എച്ച് ഓഫ് എക്സ്, ദാറ്റ് ഇസ് 50. ക്ലിയർ? ഇതാണ് നമ്മൾ ഈ ഫോർമുലയിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത്.
ഇനി നെക്സ്റ്റ് ഈ ഫോർമുല വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് GCD കണ്ടുപിടിക്കാൻ പറ്റുന്നത്, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോണേ എന്നാണ് നമ്മൾ ഈ ഫോർമുലയിൽ പഠിക്കാൻ പോണത്. ഓക്കെ, ഇൻ ദിസ് ഫോർമുല നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ഓഫ് എഫ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഡിഗ്രി ഓഫ് ജി ആയിരിക്കും. വാട്ട് യു മീൻ ബൈ ജി? ഡിവൈസർ ആണ്. അപ്പൊ ഡിവൈസറിനെക്കാട്ടിലും വലുതായിരിക്കും, ഡിവൈസറിന്റെ ഡിഗ്രിയെക്കാട്ടിലും എപ്പോഴും വലുതായിരിക്കും കോഷ്യന്റിന്റെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ഫോർമുല തന്നിട്ട് നോക്കി, ഇവിടെ ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഫോർമുലയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എക്സ് വൺ ഓഫ് എക്സ് പ്ലസ് ടി വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പറയുന്നത് റിമൈൻഡർ ടിൽ വി ഗെറ്റ് ദ റിമൈൻഡർ സീറോ കിട്ടുന്നത് വരയ്ക്കും ഞാൻ എന്ത് ചെയ്യും, ഈ ഡിവിഷനെ ഞാൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എപ്പോഴാണോ എനിക്ക് എക്സ് ഇസ് ഈക്വൽ ടു ടി, കെ ഓഫ് എക്സ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ചില സമയത്ത് കെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജിയും എഫും ഫാക്ടർ ആണ് എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ പറഞ്ഞത്? എക്സാമ്പിൾ പറഞ്ഞുതരാം. 15 നമ്മൾ എങ്ങനെ എഴുതി? 5 × 3 + 0 ആയിട്ട് എഴുതി. ഇവിടെ 5ഉം 3ഉം നമുക്ക് എന്താണ് ഇവിടെ? ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ആണ് ഇവിടുത്തെ 5ഉം 3 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ സീരീസ് ഓഫ് ഡിവിഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സീരീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് വെറുതെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഇനി എക്സാമ്പിൾ നെക്സ്റ്റ് പറയുന്നത് 35 ആണെന്ന് വിചാരിക്കുക. 35ന്റെ ഫാക്ടേഴ്സ് എന്താ? 35 1 7 × 5 അല്ലേ? ഇതല്ലേ നമുക്ക് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് ഇറഡ്യൂസിബിൾ ആണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം രണ്ടും പ്രൈം എലമെന്റ്സ് ആണ്, നമുക്കിനി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നല്ലേ 35 ഡിവൈസർ ആയിരിക്കും, അല്ലെങ്കിൽ 1 ഡിവൈസർ ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ 0 അല്ലാതെ വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും പ്രൈം എലമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ തന്നെയായിരിക്കും ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ 7ഉം 5ഉം രണ്ടും പ്രൈം ഫാക്ടേഴ്സ് ആണ്. എഗെയിൻ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഇത് എപ്പോഴും നമുക്ക് ആ ഫാക്ടർ രണ്ടും എന്തായിരിക്കണം? പ്രൈം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ തന്നെയായിരിക്കും ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? നമുക്ക് സീരീസ് ഓഫ് ഡിവിഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടേ വരികയാണ്. ഓക്കെ, എക്സാമ്പിൾ 90 എടുക്കുകയാണ്. 90 ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് 2ൽ നമുക്ക് 45 വരും. സോറി 90. ഓക്കെ, 45 വരും. ഓക്കെ, ഇവിടെ 0. എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 45നെ എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു? ജി ഓഫ് എക്സ്, സോറി T1 ഓഫ് എക്സ് ആണ് ഞാൻ എന്ത് കണ്ടുപിടിച്ചത്? 45 കണ്ടുപിടിച്ചത്. T2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എഗെയിൻ 45. ഇതാണ് എൻ്റെ എന്തെന്ന് പറയണത്? T1 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏതാണത്? 45 ആണ്. ഇനി T2 ഓഫ് എക്സ് എന്ന് പറയുന്നത് 9. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഇത് എന്താണ്? അതിന്റെ T2 ഓഫ് എക്സ് ആണ്. അപ്പോ എത്ര പ്രാവശ്യമാണ് ഞാൻ ഇത് ഇറഡ്യൂസിബിൾ ആവാൻ വേണ്ടി ഫോളോ ചെയ്യുന്നത്? അതിനെയാണ് നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതം ആയിട്ട് പറയുക. ആൻഡ് ദീസ് വിൽ ബി ദ ഫാക്ടേഴ്സ്. ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? യൂക്ലിഡിയൻ അൽഗോരിതം എന്നാണ് നമുക്ക് നെക്സ്റ്റ് പറയുന്നത്. സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഇക്വേഷനിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ എഫ് ഓഫ് എക്സ് 45ന്റെ എക്സാമ്പിൾ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സിന് എന്തുണ്ടാവില്ല? റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് ഇറഡ്യൂസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ റിയൽ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, ലെറ്റ് us consider that f of x is equal to x cube plus 3x plus 2. Okay, let us do this problem. Okay, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് x² plus 5, സോറി x² minus 5x plus 6 ആണ് എൻ്റെ what is that പോളിനോമിയൽ എന്ന് വിചാരിക്കാം. ഇതിന്റെ ഫാക്ടർ നമ്മൾ എടുക്കുന്ന സമയത്ത് x-2 x-3 ആയിരിക്കും. ദാറ്റ് ഈസ് 2 and 3 വിൽ ബി ദ ഫാക്ടേഴ്സ്. ആൻഡ് എഗെയിൻ ഇറ്റ് കനോട്ട് ബി റെഡ്യൂസിബിൾ, റൈറ്റ്? കാരണം ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ഇറ്റ് ഈസ് x² plus 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ ആർ റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എക്സിനെ -1 ആക്കി എടുക്കാൻ പറ്റില്ല. കാരണം x plus 1 into x plus 1 which is x is equal to -1, that is less than 0.
അല്ലേ? അത് നമുക്ക് ഒരിക്കലും റിയൽ നമ്പേഴ്സിന്റെ ഫാക്ടറിൽ എടുക്കാൻ പറ്റില്ല. സോ ദിസ് ഈസ് ഒന്നും നമുക്ക് എടുക്കാനേ പറ്റില്ല. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് വെച്ചാൽ ഈ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ക്ലിയർ? ഇനി നെക്സ്റ്റത്തെ കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ജി ഓഫ് എക്സ് എന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ആ ഐഡന്റിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ബിസോട്ട്സ് ഐഡന്റിറ്റി എന്ന് നമ്മൾ പറയും. BE, I will write here BEZOUT' ഐഡന്റിറ്റി. ഓക്കെ, ഇതാണ് ഈ ഐഡന്റിറ്റിയുടെ പേര്. അപ്പൊ എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, PIDക്ക് എപ്പോഴും ഒരു ജനറേറ്റർ ആയിരിക്കും ഉണ്ടാവുക, ഒറ്റ ജനറേറ്റർ ആയിരിക്കും, അതായത് ഒറ്റ ഡിവൈസർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്ത് വരുന്നത്, ഡിവൈഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ഡിവൈസറിനെ അല്ലെങ്കിൽ എത്ര സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ കറക്റ്റായി കിട്ടുന്ന എനിക്ക് ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുന്നതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ബിസോട്ട്സ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്താ ഇവിടെ ഈ യൂക്ലിഡിയൻ പ്രിൻസിപ്പിൾ കൊണ്ട് നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് g((x)((S1)((x) പ്ലസ് T1. ഇവിടെ താഴെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ എങ്ങനെയാണ് എഫ് ഓഫ് എക്സിനെ ഞാൻ റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? g((x)((X1)((x) പ്ലസ് T1((x) എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് ആസ് T1((x) ഈക്വൽ ടു എന്ത് ചെയ്യാം, ഇക്വേഷനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക, ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു x1((x) ആക്കി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ എഴുതുന്ന സമയത്ത് വെൻ വി ആർ കമ്പയറിംഗ് ദാറ്റ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം അതേപോലെ ആർ ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും, മൈനസ് S1((x) ആക്കി മാറും. ഓക്കെ, എന്താണ് മൈനസ് S1((x) എന്ന് പറയുന്നത്? വിച്ച് ഈസ് ലെസ് ദാൻ ഡിവൈസർ, റൈറ്റ്, വിച്ച് ഈസ് ലെസ് ദാൻ ദ ഡിവൈസർ. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മുന്നേ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെയാണ്. 90 ഞാൻ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ ഗോട്ട് 1 5, ഇവിടെ എനിക്ക് 40 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് റിമൈൻഡർ 40 എന്ന് പറയണത് ഗ്രേറ്റർ ദാൻ 5 ആണ്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് എഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, സെയിം ഡിവൈസറെ കൊണ്ട് ചെയ്യുന്നു. ഇതിനെ ഞാൻ എന്ത് പറയുന്നു, T2((x) എന്ന് പറയുന്നു. ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ റീഗ്രൂപ്പ് ചെയ്യണ സമയത്ത് T1((x) എന്താണ്, T2((x) എന്താണ് നമുക്ക് കണ്ടുപിടിച്ചു. ഇതിലെല്ലാം കോഷ്യന്റ് എന്ന് പറയുന്നത് 1 ഫാക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ R1((x) എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും, ദാറ്റ് ഈസ് മൈനസ് ഫാക്ടർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. സെയിം ആസ് ദാറ്റ് Q2((x) എന്ന് പറയുന്നത് മൈനസ് ആണെങ്കിൽ R2((x) എന്ന് പറയുന്നത് എന്തായിരിക്കും, S ഓഫ് എക്സ് x1((x) ഇൻറ്റു x2((x) ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. രണ്ടിൻ്റെയും ഫാക്ടേഴ്സിന്റെ അഡീഷൻ, ദാറ്റ് ഈസ് 0 + 0 ആയിരിക്കും നമുക്ക് അവിടെ. ക്ലിയർ? ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ റീഗ്രൂപ്പ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഇക്വേഷൻ T2((x)ഉം T1((x)ഉം കണ്ടുപിടിച്ചിട്ട് അതിന് നമുക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ ഐട്രേഷൻ T1((x) എന്താണ്, T2. അപ്പൊ ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓരോ പ്രാവശ്യവും കോഷ്യന്റ് എന്ന് പറയുന്നത് QI+1 പുതിയതാണ് എന്നുണ്ടെങ്കിൽ QI-1((x) എന്ന് മുന്നത്തെ ഫാക്ടർ പ്ലസ് റിമൈൻഡർ കൂടെ നമ്മൾ അവിടെ ചെയ്യും. ഓക്കെ, അതാണ് നമുക്കിവിടെ എഴുതിയിട്ടുള്ളത്. ക്ലിയർ? ഓരോ ഇൻക്രിമെന്റേഷൻ നമ്മൾ അവിടെ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഇതാണ് ഇതിന്റെ ബേസിസിൽ നമ്മൾ കൊണ്ടുവന്നതാണ് യൂക്ലിഡിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് യൂക്ലിഡിയൻ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? യൂക്ലിഡിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ കാണിക്കുന്ന അൽഗോരിതമാണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് യൂക്ലിഡിയൻ പ്രിൻസിപ്പിൾ അൽഗോരിതം ആയിട്ട് പറയുന്നത്. ഓക്കെ, ലെറ്റ് us see with an example. നമുക്കിവിടെ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് യൂക്ലിഡിയൻ പ്രിൻസിപ്പിളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഡെമോൺസ്ട്രേഷൻ നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ പറയുകയാണ് എൻ്റെ ഇക്വേഷനിൽ h((x) എനിക്കിപ്പോൾ x3 ഐ തിങ്ക് ഐ ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ, വെയിറ്റ്,
Yes, I have an example here, right? Look here, f of x is equal to what is that? X raised to 7 plus x raised to 6 plus x raised to 5 plus 3x raised to 4 plus 2x raised to 3 plus 2x square plus x plus 1. ഇത്രയും x factors എനിക്ക് അവൈലബിൾ ആണ്, which all belongs to the q of x. ഓക്കെ, അപ്പൊ ഇവരുടെ ജി സി ഡി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട ഫാക്ടേഴ്സ് എനിക്ക് വേണം. എച്ച് ഓഫ് എക്സ് വേണം, കോഷ്യന്റ് എന്താണെന്ന് വേണം, ആൻഡ് ദ റിമൈൻഡർ ഓൾസോ ഷുഡ് ബി നീഡഡ്, റൈറ്റ്? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് നമ്മൾ മുന്നത്തെ അൽഗോരിതം വെച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് വി ക്യാൻ റൈറ്റ് ദാറ്റ് ദ വേരിയബിൾസ് ആസ് ക്യൂ വൺ ഓഫ് എക്സ് എപ്പോഴും നമുക്ക് 1 ആണ്, ക്യൂ ടു ഓഫ് എക്സ് ആണ് നമുക്ക് 0 ആയിട്ട് വരിക, റിമൈൻഡർ 0, റിമൈൻഡർ അഗെയിൻ രണ്ടാമത്തെ ഫംഗ്ഷന് 1 ആണ്, T1 ഓഫ് എക്സും T2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആയിരിക്കും. കാരണം 90 ഡിവൈഡഡ് ബൈ 5 ആദ്യം ചെയ്യുമ്പോൾ 90 പറയണത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം എന്തായിരിക്കും എൻ്റെ ആൻസർ കിട്ടിയ എന്താണോ അതാണ് എൻ്റെ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ടൈം ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അതാണ് നമ്മൾ ഇവിടെ പറയുന്ന ഓരോന്നും. ഓക്കെ, ക്യൂ വൺ ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ടു ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, എല്ലാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇറഡ്യൂസിബിൾ ആയിട്ട് മാറിയ സമയത്ത് എൻ്റെ ക്യൂ വൺ ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ടു ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയി, റിമൈൻഡർ ഈക്വൽ ടു 1 ആയി, T1 എന്തായി ലാസ്റ്റ് രണ്ടും കൂടെ നമുക്ക് നോക്കുന്ന സമയത്ത് ജി ഓഫ് എക്സ് രണ്ടും സെയിം ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഡിവൈസർ സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്യൂ ടു ഓഫ് എക്സും ക്യൂ ത്രീ ഓഫ് എക്സും ഈക്വൽ ടു 1 ആണ്, റിമൈൻഡർ മൈനസ് വാല്യൂ ആയി, കാരണം ഇവിടെ 1 വന്നപ്പോൾ നമുക്ക് എപ്പോഴും -1 ആയിരിക്കും, -x ആയിരിക്കും. -x ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇറഡ്യൂസിബിൾ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക യൂക്ലിഡിയൻ പ്രിൻസിപ്പിൾസ് നമ്മളവിടെ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ? ഇനി സെക്കൻഡ് ഐട്രേഷൻ വരുന്ന സമയത്ത് എന്തായി മാറും? ഇപ്പൊ എൻ്റെ ഡിവൈസർ എന്ന് പറയുന്നത് x³ പ്ലസ് x² പ്ലസ് 1ഉം അതുപോലെ തന്നെ x³ പ്ലസ് x+1 ആയിട്ട് നമുക്കത് മാറിയിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഡിവൈസർ എന്തായി മാറും നോക്കി, ഇവിടെ Q1 ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. കോഷ്യന്റ് എപ്പോഴും നമുക്ക് 1 ആവും, റിമൈൻഡർ -1 ആവും. 1 ആവുമ്പോൾ നമുക്ക് മൈനസ് ആവും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് T1 ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് x³ പ്ലസ് x² പ്ലസ് 1 ആയി മാറും. നെക്സ്റ്റ് ഐട്രേഷൻ T2 ഓഫ് ഇക്വൽ ടു 0 ആവും. അപ്പോൾ എഗെയിൻ നമുക്ക് ലൂപ്പിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇല്ല. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണ്, ജി ഓഫ് എക്സ് എന്താണ്, എച്ച് ഓഫ് എക്സ് എന്താണെന്നൊക്കെ നമുക്ക് അവിടെ മെൻഷൻ ആവും. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷനിൽ നമ്മൾ എന്താ പറയണത്? കോൺഗ്രുവൻസിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. വാട്ട് യു മീൻ ബൈ കോൺഗ്രുവൻറ്റ്? വാട്ട് ഈസ് കോൺഗ്രുവൻറ്റ്? കോൺഗ്രുവൻസി ഈസ് മോഡുലസ് ഓപ്പറേറ്റർ ചെയ്തിട്ട് ഏതോ രണ്ട് ഓപ്പറൻസിന്റെ മോഡുലസ് ഫാക്ടർ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സേ ദാറ്റ് ദ ഫാക്ടേഴ്സിന്റെ സബ്ട്രാക്ഷൻ പറയണത് ഏകദേശം എന്തായിരിക്കും? ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഫാക്ടർ ആയിട്ട് മാറും എന്നുള്ളതാണ് നമുക്കിവിടെ പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ ഹിയർ, ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ദെൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് കോൺഗ്രുവൻറ്റ് ടു എച്ച് ഓഫ് എക്സ് എന്നാണ് അർത്ഥം, മോഡ്യൂളോ എഫ് ഓഫ് എക്സ്. ദാറ്റ് മീൻസ് എന്താണ് നമുക്ക് അതിന്റെ അർത്ഥം? അതായത് ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സിന്റെ മോഡ്യൂളോ ആയിരിക്കും. അതായത് ഡിവൈഡഡ് ഫാക്ടറിൽ എന്തായിരിക്കണം? എൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ക്ലിയർ? അതാണ് ഞാൻ കോൺഗ്രുവൻസി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോട്ട് ദാറ്റ് ദ കോൺഗ്രുവൻറ്റ് ഈസ് ഇൻ ആൻ ഈക്വലൻസ് റിലേഷൻ. എപ്പോഴും നമുക്ക് ഈക്വലൻസ് ആയിരിക്കണം. അതായത് x⁵3ന്റെ കൂടെ x⁵3 തന്നെ പ്ലസ് ചെയ്യണം, അല്ലാണ്ട് x⁵2 കൊണ്ട് പ്ലസ് ചെയ്യാൻ പാടില്ല. ക്ലിയർ? അതാണ് നമുക്കിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഇൻഡിജർ നോക്കുകയാണെങ്കിൽ നോക്കിയാൽ g1 ഓഫ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു g ഓഫ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു g1 ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് ആൻഡ് h ഓഫ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു h1 ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ്. ദെൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ g ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് h ഓഫ് എക്സ് ഈക്വൽ ടു ഈസ് കോൺഗ്രുവൻറ്റ് ടു g1 ഓഫ് എക്സ് h1 ഓഫ് എക്സ് മോഡ് എഫ് ഓഫ് എക്സ് ആൻഡ് g ഓഫ് എക്സ് h ഓഫ് എക്സ്. ക്ലിയർ? ഇത് നമ്മൾ ഫാക്ടർ വൈസ് ആയിട്ട് നോർമലി നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് x³ പ്ലസ് എക്സിനെയും അതുപോലെ തന്നെ x³ പ്ലസ് 2x ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? x³ പ്ലസ് എക്സിനെയും x³ പ്ലസ് 2x ചെയ്യുന്ന സമയത്ത് വി വിൽ റൈറ്റ് ആസ് എന്തായത്? നമ്മൾ ഫസ്റ്റ് x³ പ്ലസ് എത്ര x³ ആണ്? 2x³ പ്ലസ് 3x നമ്മൾ എഴുതും.
റൈറ്റ്? ഇത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഇനി നെക്സ്റ്റ് പറയുന്നത് കോൺഗ്രുവൻസി. കോൺഗ്രുവൻസിയുടെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടെ പ്രൂവ് ചെയ്യണം, വിച്ച് ഈസ് ദ ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് എവ്രി പോളിനോമിയൽ ജി ഓഫ് എക്സ് ഇസ് കോൺഗ്രുവൻ മോഡ്യൂളോ എഫ് ഓഫ് എക്സ് ടു എ യുണീക് പോളിനോമിയൽ ആർ ഓഫ് എക്സ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ എൻ, വിച്ച് മീൻസ് ദാറ്റ് എക്സ് റേസ് ടുവിന്റെ വാല്യൂ എന്ന് പറയുന്നത്, എക്സ് റേസ് ടുവിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എക്സ് ക്യൂ പ്ലസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ റേസ് ടുവിന്റെ വാല്യൂ 3 ആണ്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ആർ ഓഫ് എക്സ് എപ്പോഴും ഏതിനെക്കാട്ടിലും 3-നേക്കാട്ടിലും ചെറുതായിരിക്കും. ക്ലിയർ? അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം, അടുത്തൊരു തിയറം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, വിച്ച് ഈസ് ദ ഇറെഡ്യൂസിബിൾ തിയറം എന്ന് കൂടെ നമ്മൾ ഇതിനെ പറയും. അതായത് ഒരു ഫീൽഡിൽ, അതായത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സ് ക്യൂ പ്ലസ് 2x+2 എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇത് തിയറം 4 വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് ഫോർമുല ഉള്ളത്? a0+2x+ ആ ഫോർമുല, a1x+ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയിലാണ് നമുക്കുള്ളത്. ഇവിടെ എന്തൊക്കെയാ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്? a0, a1, a2 ആണ് നമ്മുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ചോയ്സസ് ആണ് നമുക്കുള്ളത്. ഒന്നല്ലേ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും, അതല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ്റെ വാല്യൂ ഒന്നല്ലേ 3 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്താൽ മതി? ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ, അതായത് എക്സ് റേസ് ടു 3 ആണെങ്കിൽ അവിടെ ഞാൻ എന്ത് ചെയ്താൽ മതി? 3 എന്നിട്ടാൽ മതി. എക്സിന്റെ വാല്യൂ 3 ആവുന്നു. അപ്പൊ 27 എലമെന്റ്സ് എനിക്ക് അവിടെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയാണ് മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് നമുക്ക് പഠിക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വിച്ച് ഈസ് ദ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഈ ഫോർമുലയും അതേപോലെ തന്നെ അതിൻ്റെ ടെർമിനോളജീസും വെച്ചിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.